ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫും ബി.ജെ.പിയും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കടക്കാൻ പോലുമാകാത്ത വിധം പ്രശ്നങ്ങളിൽ ഉഴലുമ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ മുന്നേറ്റം കുറിച്ചിരിക്കുകയാണ് എൽ.ഡി.എഫ്. എൽ.ഡി.എഫിന്റെ 20 സ്ഥാനാർത്ഥികളും ആദ്യഘട്ടമെന്ന നിലയിൽ പ്രമുഖ വ്യക്തികളെയും വിവിധ സ്ഥാപനങ്ങളും സന്ദർശിച്ച് വോട്ട് അഭ്യർത്ഥിച്ച് തുടങ്ങി. വിവിധ മണ്ഡലങ്ങളിൽ ആരവങ്ങൾ നിറച്ച് റോഡ് ഷോയ്ക്കും തുടക്കമായി. എം.പിമാരുടെ സാന്നിധ്യം പോലുമില്ലാതിരുന്ന യു.ഡി.എഫ് മണ്ഡലങ്ങളിൽ വലിയ ആവേശത്തോടെയാണ് നാട്ടുകാർ സ്ഥാനാർത്ഥികളെ വരവേൽക്കുന്നത്. കഴിഞ്ഞ 5 വർഷവും പാർലമെന്റിൽ നിശബ്ദരായിരുന്ന യു.ഡി.എഫ് എംപിമാർ അവരുടെ ഫണ്ട് എന്തു ചെയ്തുവെന്നതിലുള്ള സംശയവും സ്വാഭാവികമായി വരേണ്ട പദ്ധതികൾ പോലും കൊണ്ടുവരാത്തതിലുള്ള അമർഷവുമാണ് നാട്ടുകാർ പ്രകടിപ്പിക്കുന്നത്. ഒരു പൊളിറ്റ് ബ്യൂറോ അംഗവും 4 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും മന്ത്രിയും 3 എം.എൽ.എമാരും സിറ്റിംഗ് എം.പിയും രാജ്യസഭാ അംഗവും മുൻ എം.പിയും മുൻ മന്ത്രിമാരും 3 ജില്ലാ സെക്രട്ടറിമാരും യുവനേതാവും അധ്യാപികയും അടങ്ങുന്ന സ്ഥാനാർത്ഥി നിരയാണ് കഴിഞ്ഞ ദിവസം CPIM പ്രഖ്യാപിച്ചത്. മുൻ എം.പിയായ മുതിർന്ന നേതാവും മുൻ മന്ത്രിയും ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന വനിതാ നേതാവും യുവനിരയും അടങ്ങുന്ന പട്ടിക CPI നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. കേരള കോൺഗ്രസ് എമ്മിലെ സിറ്റിംഗ് എം.പിയാണ് മത്സരിക്കുന്നത്. വയനാടും ആലപ്പുഴയിലും ഒഴികെയുള്ള മണ്ഡലങ്ങളിൽ യു.ഡി.എഫിൻ്റെ സിറ്റിംഗ് എംപിമാരാണ് മത്സരിക്കുകയെന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ടെങ്കിലും ഇനിയും പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് സംബന്ധിച്ച് പറഞ്ഞാലേ ആലപ്പുഴയിലും തീരുമാനമാകൂ. അതും തർക്കത്തിലേക്കാണ് പോകുന്നത്. 3ാം സീറ്റ് ആവശ്യമുന്നയിച്ച് നാണം കെട്ട അവസ്ഥയിലായ മുസ്ലിം ലീഗ് തോൽവി ഭയന്ന് സിറ്റിംഗ് എംപിമാർ സീറ്റുകൾ വെച്ച് മാറിയതും ചർച്ചയാണ്.